തൃപ്പാവുമ്പ മഹാക്ഷേത്രത്തിൽ പൊങ്കാല സമർപ്പണം നടത്തി. പന്തളം കൊട്ടാരം ഉത്രാടം തിരുനാൾ ലേഖ ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം നിർവഹിച്ചു. നിരവധി ഭക്തരാണ് പൊങ്കാല അർപ്പിക്കാൻ എത്തിയത്. തൃപ്പാവുമ്പ മഹാക്ഷേത്രത്തിൽ പൊങ്കാല സമർപ്പണം നടത്തി. നിരവധി ഭക്തരാണ് പൊങ്കാല സമർപ്പിക്കാൻ ക്ഷേത്രത്തിലെത്തിയത്. പന്തളം കൊട്ടാരം ഉത്രാടം തിരുനാൾ ലേഖ ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം നിർവഹിച്ചു. പൊങ്കാലയ്ക്ക് എന്നെ ഇവിടേക്ക് ക്ഷണിച്ച ഭാരവാഹികൾക്കെല്ലാം എൻ്റെ നന്ദി അറിയിക്കുന്നു. സന്തോഷം, വളരെ സന്തോഷം. ജഡശക്തിയേ നമഃ, ഓ ജഡാത്മികായേ നമഃ, ഓ ശിഷ്ടേഷ്ടായേ നമഃ, ഓ ശിഷ്ടഭോജിതായേ നമഃ, ഓ അപ്രമേ, ഓ രക്തവർണ്ണായേ നമഃ, ഓ മാംസനിഷ്ഠായേ നമഃ, ഓ ഗൂഢാംഗപ്രേതമാനസായേ നമഃ, ഓ ഭക്തകാതമോദയ സംഗത്യേ നമഃ, ഓ ദത്യാവിത്തസരോരിയേ നമഃ, ഓ വ്യാമിനേ നമഃ, ഓ വിദ്യാധാരായ നമഃ, ഓ വിദ്യാ, ഓ കാമേശ്വരമുദാരോദ അഖിലാശ്രേ ഗണേശ്വരായ നമഃ, ഓ മഹാഗണേശനുദ്ധിന്യ വിഘ്നയന്ത്ര പ്രദർശനായ നമഃ, ഓ മണ്ഡാസുരേന്ദ്ര ദുർമുക്ത ശസ്ത്ര പ്രത്യസ്ത്രവർഷിണ്യേ നമഃ. ഉപദേശക സമിതി പ്രസിഡന്റ് അനിലാലിന്റെയും ഉപദേശക സമിതി അംഗങ്ങളുടെയും നേതൃത്വത്തിലാണ് പൊങ്കാല നടത്തിയത്. 2025 മകരപ്പൊങ്കൽ മഹോത്സവത്തോടനുബന്ധിച്ച് ശ്രീ രക്തേശ്വരി അമ്മയ്ക്ക് പൊങ്കാല അർപ്പിക്കുന്ന ചടങ്ങാണ് ഇവിടെ നടക്കുന്നത്. പന്തളം കൊട്ടാരത്തിൽ നിന്നുള്ള ഉത്രാടം തിരുനാൾ ലേഖത്തമ്പുരാട്ടിയും ശ്രീ ഉദയവർമ്മ തമ്പുരാനും ചേർന്ന് ഭക്തി നിർമ്മലമായി ഈ ചടങ്ങുകൾ നിർവഹിച്ചിരിക്കുകയാണ്. ഈ പൊങ്കാലയിൽ അർപ്പിക്കാനെത്തിയ എല്ലാ ഭക്തജനങ്ങൾക്കും ക്ഷേത്ര ഉപദേശക സമിതിയുടെ അകൈവമായ നന്ദിയും കടപ്പാടും. പാവുമ്പ മഹാദേവ ക്ഷേത്രത്തിന്റെ ദേവസ്വത്തിന്റെ ക്ഷണസ്യം സ്വീകരിച്ചുകൊണ്ട് ഇന്നേ ദിവസം മകരവിളക്ക് ദിവസമായ ഇന്ന് ഇവിടെ എത്തിച്ചേർന്നതിൽ ഒരുപാട് സന്തോഷം. ഈ മകരസംക്രാന്തി ദിവസത്തിൽ, ഈ മകരവിളക്ക് ദിവസത്തിൽ അയ്യപ്പന്റെ പ്രതിസ്ഥാനീയനായ അങ്ങ്, അതുപോലെ തന്നെ അയ്യപ്പന്റെ മാതൃസ്ഥാനം വഹിക്കുന്ന തമ്പുരാട്ടി ഈ ക്ഷേത്രത്തിൽ വരിക എന്ന് പറഞ്ഞാൽ ഈ ക്ഷേത്രത്തിനെ സംബന്ധിച്ചോളം ഏറ്റവും പുണ്യമായ ഒരു കാര്യമാണ്. അപ്പം അങ്ങൾക്ക് ഈ ക്ഷേത്രത്തിൽ എത്തിയതിനു ശേഷം ഉണ്ടായിട്ടുള്ള ചില അനുഭവങ്ങൾ അങ്ങേക്ക് ജസ്റ്റ് വിവരിക്കാമോ? നല്ല രീതിയിൽ പോകുന്ന ഒരു ക്ഷേത്രമാണ്. ചില ഭക്തരും ഇഷ്ടം പോലെ സന്ദർശിക്കുന്ന ഒരു ക്ഷേത്രമായിട്ടാണ് എനിക്ക് മനസ്സിലാക്കുന്നത്. കിരാതദേവി ക്ഷേത്ര മേൽശാന്തി ഭണ്ഡാരയടുപ്പിലേക്ക് അഗ്നി പകർന്നതോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കമായത്. ന്യൂസ് ബ്യൂറോ, തഴവ.